ഈവനിങ് സർ. എന്നോട് വരാൻ പറഞ്ഞത്? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഐ ആം നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ദി വേ യു ഹാൻഡിൽ ദി സിറ്റുവേഷൻ. ഇല്ല സർ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കൊരു ധാരണയുണ്ട്, മന്ത്രിമാർക്ക് വിവരമില്ലെന്ന്. നിങ്ങൾ കാണിക്കുന്ന ഈ ഓവർ സ്മാർട്ട്നെസ്സിന് നാളെ അസംബ്ലിയിൽ സമാധാനം പറയേണ്ടത് ഞാനാ. ഐ എം സോറി സർ. മിസ്റ്റർ സുകുമാരൻ, അമ്മയ്ക്ക് തീരെ സുഖമില്ലാണ്ടിരിക്കുക. വയസ്സ് 19 കഴിഞ്ഞു. 5 മിനിറ്റ് കൂടുമ്പോ എന്നെ കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ നോക്കിയിട്ട് വരാം. യു വെയിറ്റ് ഹിയർ. യെസ് സർ. നാളെ അങ്ങ് മന്ത്രിയായി കളയുമെന്ന ഭീഷണിയായിരിക്കും. അത് ആനയ്ക്ക് മതവിളകുന്ന പോലെയുള്ളൂ. ഇരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ആനയ്ക്ക് മതവിളകിയ സമയമല്ലേ, സൂക്ഷിക്കണം. എനിക്കല്പം സംസാരിക്കാണ്ടായിരുന്നു. എനിക്കില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ പുള്ളി പറഞ്ഞു കഴിഞ്ഞു. ഇത് പേഴ്സണലാണ്. പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ മാനസികമായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം നിങ്ങൾക്ക് IAS ഉള്ളൂ. നിങ്ങൾക്കില്ലാത്ത ഒരു എസ് തൽക്കാലം എനിക്കുണ്ട്, അന്തസ്. അന്തസ്സുണ്ടെന്ന് പറഞ്ഞാ പോരാ, അത് പ്രവൃത്തിയിലും വേണം. അതുകൊണ്ടാ ഞാൻ ഈ വേഷത്തിലിരിക്കുന്നത്. മന്ത്രിയുടെ അമ്മയാ. കാര്യം എന്തു ആകട്ടെ, പത്രം കണ്ടപ്പം എന്റെ നെഞ്ചിടിഞ്ഞു പോയി കുഞ്ഞെ. രാജ്യം ഭരിക്കേണ്ട സമയത്ത് നിന്റെ മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല. ആര് വേണേലും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകട്ടെ, പക്ഷേ നിന്റെ അമ്മ നിന്റെ കൂടെ. അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാ പറയുന്നേ? നിനക്കറിഞ്ഞൂടാ. നിന്നേക്കാൾ എത്രയോ വലിയ ആളായിരുന്നു നിന്റെ അച്ഛൻ. ആ അച്ഛന്റെ വലം കൈയായിരുന്നു ഞാൻ. എന്റെ മോൻ നാട് ഭരിച്ചു, അമ്മ ഈ മന്ത്രിമന്ദിരം ഭരിച്ചോളാം. ഇവിടെ ചിലതൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്താനുണ്ട്. കിടന്നു അല്ലേ? എനിക്കറിയാൻ കിടക്കുന്നത്. ഇന്നത്തെ സാമ്പാറില് അതിന് തക്കവണ്ണം ശകലം കായ ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട്. സുഖമായിട്ട് ഉറങ്ങിയ തമ്പി. എന്നെ അങ്ങനെ ആരും ഇതവരെ വിളിച്ചിട്ടില്ല, അച്ഛൻ പോലും. തമ്പിച്ചേട്ടാന്നാ എല്ലാവരും വിളിക്കാറ്. തമ്പിച്ചേട്ടാ. എന്തോ? എന്നെ നാളെ രാവിലെ 6 മണിക്ക് വിളിച്ചുണർത്തണം. ഉണർത്താം. എങ്ങനെ ഉണർത്തും? വിളിച്ചുണർത്താം, അല്ലെങ്കിൽ കുലുക്കി ഉണർത്താം. അതും പറ്റിയില്ലെങ്കിൽ ചോട്ടിൽ ഞാൻ ഇങ്ങോട്ട് ടെലിഫോൺ ചെയ്യാം. അതൊന്നും വേണ്ട. ഇവിടെ കൂജയുണ്ടോ? മന്ത്രിമന്ദിരത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമില്ല. ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവണം. കൂജ ഉണ്ടെങ്കിൽ കൂജയിൽ വെള്ളം എടുത്ത് എൻ്റെ മുഖത്തൊഴിക്കണം. അയ്യോ, ഞാൻ മുഖത്ത് വെള്ളം ഒഴിക്കണമെന്നോ? ബുദ്ധിമുട്ടാ. ഇത് മിനിസ്റ്ററുടെ ഓർഡറാണ്. സാർ, അപ്പോ ഞാൻ സാറിന്റെ മുഖത്ത് വെള്ളം ഒഴിക്കുന്നില്ല, തളിക്കുന്നു. ചീരക്കൊക്കെ തളിക്കുന്ന പോലെ. ഗുഡ് നൈറ്റ് സാർ. എന്താ തമ്പിച്ചേട്ട ഒരു മൂഡ് ഓഫ്? എനിക്ക് പറയാനുള്ള കാര്യം കേട്ടാ നിങ്ങൾ മൂഡ് ഓഫ്. സത്യം പറയണം, ഓർക്കാപ്പുറത്താ ഇദ്ദേഹം മന്ത്രിയായതല്ലേ? എന്താ കാര്യം? ഭാര്യയും കുട്ടികളുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. ആദ്യമായിട്ടാണ് ഇദ്ദേഹം പിരിഞ്ഞിരിക്കുന്നത്. അതെ. അപ്പൊ അത് തന്നെ കാര്യം. തട്ടിയിട്ടുണ്ട്. ഒരുമാതിരി അനാവശ്യം പറഞ്ഞിട്ടാ. നിങ്ങളൊക്കെ ഈ മന്ത്രിമന്ദിരത്തിൽ ഇന്നലെ പെയ്ത മഴയ്ക്ക് വന്നു കയറിയ കുഞ്ഞു മാക്രികളാ. ഞാൻ എത്ര മന്ത്രിമാരെ കണ്ടു. വിഷമിക്കാനൊന്നുമില്ല. എല്ലാ മന്ത്രിമാർക്കും ഓരോരോ അവസരത്തിൽ വട്ടുപിടിക്കും. പക്ഷെ അത് പൊതുജനങ്ങളെ അറിയിക്കാറില്ല. പത്രത്തിൽ ഇതിന് ദേഹാസ്വാസ്ഥ്യം എന്നാണ് പറയുക. ഇത് മൂക്കുമ്പോഴാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. ചുമ്മാ തമാശ പറയാ തമ്പിച്ചേട്ടാ. PS-ന് യാതൊരു കുഴപ്പമില്ല. പോ മനസ്സിലായിക്കോളൂ. ഇയാളെന്താ ഇങ്ങനെ പറയണേ? അയാക്ക വട്ട്.
സാറേ ഏ? ഇങ്ങനെ കാണിച്ച വയറ് വയറും ആ. പോലെ അപ്പൊ ഇത് വയറല്ലേ? ഇവിടെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് വയറ് വേണ്ടേ ഇല്ലേ? ഇങ്ങനെ കാണിച്ചാൽ മതി. വയറു തുടർച്ചയായിട്ട് കാണിച്ചാൽ മതി. നിർത്ത്. എന്താ പ്രശ്നം? ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പോട്ടെ, മൃഗമായാലും രാവിലെ അതിന്റെ മുഖത്ത് കൊണ്ട് വെള്ളം ഒഴിച്ചാൽ ഭാഷ അറിയാൻ മേലെങ്കിലും അത് തന്തയ്ക്ക് വിളിക്കാതിരിക്കും. ഇവിടെ ഒരു മിനിസ്റ്ററെ കാലത്തെ 6 മണിക്ക് മുഖത്ത് വെള്ളം ഒഴിക്കാൻ പറയുന്നു. ഞാൻ ഒഴിച്ചപ്പോഴേ ചിരിക്കുന്നു, പിന്നെ താങ്ക് യു എന്ന് പറയുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നാലേ ഇത് തുടക്കമാ. ഗുഡ് മോർണിംഗ് സർ. ഞാൻ പ്രിൻസിപ്പലാണ്. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാൻ. ഞാൻ മന്ത്രിയാ. എന്താ കാര്യം എന്ന് പറയൂ. ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. മാഡം പറയൂ, കുട്ടി പറയൂ. ഞങ്ങളുടെ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രിയെ ക്ഷണിക്കാൻ വന്നതാ. എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പെട്ടെന്ന് മറുപടി പറയണ്ട, ചിലപ്പോ തീരുമാനം മാറ്റേണ്ടി വരും. എന്റെ തീരുമാനങ്ങൾ ഞാൻ മാറ്റാറില്ല. കോളേജിന്റെ പേര് ഞങ്ങൾ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചില്ല. മിനിസ്റ്ററുടെ മിസ്സസ് ഞങ്ങളുടെ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് മിനിസ്റ്റർ തന്നെ വരണമെന്ന് നിർബന്ധം. അതുകൊണ്ട് തന്നെയാണ് മിനിസ്റ്റർക്ക് വരാൻ നിർബന്ധമില്ലാത്തത്. എൻ്റെ ഓഫീസ് കാര്യങ്ങളിൽ എൻ്റെ കുടുംബാംഗങ്ങൾ സ്വാധീനിക്കാറില്ല. എൻ്റെ ഭാര്യ അവിടുത്തെ അധ്യാപികയായതുകൊണ്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഞാനൊരു കാര്യം ഒരിക്കലേ പറയാറുള്ളൂ. വീണ്ടും വിളിച്ചുകൊണ്ടോ വന്നു കണ്ടുകൊണ്ടോ സമയം വേസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ശരി. കോളേജിൽ ആകെ ഫ്ലാഷ് ആയിട്ടുണ്ട് മിനിസ്റ്റർ വരുന്ന കാര്യം. ഞാനൊരു കാര്യം ഒരിക്കലേ പറയാറുള്ളൂ. ദുഷ്യന്തന്റെ ഭാര്യയല്ലേ മമ്മി ശകുന്തള? പിന്നെ കണ്ടിട്ട് അറിയാത്തത് എന്താ? തിരിച്ചറിയണമെങ്കിൽ ദുഷ്യന്ത ശകുന്തളയ്ക്ക് കൊടുത്ത മോതിരം കയ്യിൽ വേണ്ട. അത് നഷ്ടപ്പെട്ടു പോയില്ലേ? മമ്മി എന്തിനാ കരയുന്ന? ദുഷ്യന്തം പപ്പായെ പോലെ ശകുന്തളയുടെ മോതിരം പണയം വെച്ചതാ? രാവിലെ 10 മണിക്ക് കൊല്ലം വൃന്ദാവൻ ഹാൾ മന്ത്രി സഹദേവന്റെ മകളുടെ മാരേജ്. 10:30 കൊല്ലം ടൗൺ ഹാൾ അന്തരിച്ച സ്വാതന്ത്ര്യ സേനാനി കൊച്ചുകുട്ടൻ അനുശോചന സമ്മേളന ഉദ്ഘാടനം. 11:15 ഹരിപ്പാട് കൈകയാശ്രമം പരമാനന്ദ സ്വാമിയുടെ സപ്തതി ആഘോഷം, ആശംസ പ്രസംഗം. 12 മണിക്ക് ചെങ്ങന്നൂർ ഈറ്റ് ഫാസ്റ്റ് ഫുഡ് ഷോപ്പ് ഉദ്ഘാടനം. 1 PM കോട്ടയം TV ലഞ്ച്. 2 PM മാന്യശബ്ദം പത്രമാഫീസ് സന്ദർശനം. 3 PM ചെങ്ങനാശ്ശേരി വിമൻസ് ഹാൾ പാർട്ടി മഹിളാ വിഭാഗം സംഘടിപ്പിക്കുന്ന സ്വീകരണ സമ്മേളനം. ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഞാനൊന്ന് ശ്വാസം വിടുന്നത്? എല്ലാം മിനിസ്റ്റർ സമ്മതിച്ച് ചാർട്ട് ചെയ്തതാണ്. 3 മണിക്ക് ശേഷമുള്ള എല്ലാ പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്തേക്കും. സാറേ, അത് 3 മണിക്ക് ശേഷം പാർട്ടി സംഘടിപ്പിക്കുന്ന സ്വീകരണങ്ങളും 6 മണിക്ക് പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗുമാണ്. ഇത് മിനിസ്റ്ററുടെ ഓർഡറാണ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത മിനിസ്റ്റർ തന്നെ പ്രോഗ്രാംസ് ക്യാൻസൽ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. സർ, അമ്പലപ്പുഴ ഒരു ഗുഡ് ലക്ക് ലോഡ്ജ് ഉണ്ട്. ഇന്ന് രാത്രിയിലത്തേക്ക് എനിക്ക് അവിടെ റൂം ബുക്ക് ചെയ്യണം. സർ, ഏതെങ്കിലും റൂം പോരാ, റൂം നമ്പർ 5 തന്നെ വേണം. സർ. എനിക്ക് പോകാൻ ഒരു ടൂറിസ്റ്റ് ടാക്സി ഏർപ്പാട് ചെയ്യണം. പ്രോട്ടോക്കോൾ ഒന്നും വേണ്ട, അതായത് പോലീസും കിടുപിടിയൊന്നും വേണ്ടെന്നർത്ഥം. ഞാൻ തനിച്ചു പോയിക്കോളാം. നാളെ രാവിലെ മടങ്ങി വരും. ഈ അമ്പലപ്പുഴ ബന്ധുക്കളാരെങ്കിലും? അമ്പലപ്പുഴയായിരിക്കില്ല, അമ്പലത്തറയായിരിക്കും. അവിടെ അവന്റെ അച്ഛന്റെ വകയിൽ ഒരു സഹോദരിയുണ്ട്. അമ്പലപ്പുഴ തന്നെ പറഞ്ഞത്. ഒരു ഗുഡ് ലക്ക് ലോഡ്ജ്. അവിടെ മുറി വെക്കാനും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, അവിടെ വല്ല ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഉണ്ട്, ശ്രീകൃഷ്ണസ്വാമി ഉണ്ട്. തലയ്ക്ക് സ്ഥിരമില്ലാത്തവരോട് എന്തോ പറയാനാ? എന്ത് പറഞ്ഞ ചേട്ടാ, ഞാനിത് ആരോടെങ്കിലും ചോദിക്കണ്ടേ? ഇന്ന് രാത്രി പോവും, ഒറ്റയ്ക്ക് പോവും, കൂടെ ആരും ചെല്ലണ്ടെന്നൊക്കെ പറയണേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ കൂടെ പോവും. അങ്ങോട്ട് അതും ഇതൊക്കെ പറയും. ഇത് നമ്മുടെ ചോറ. ഞാൻ പോയില്ലെങ്കിൽ എന്റെ ദേഹമെങ്കിലും കൂടെ പോകും. ഉടനെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവരം പറയണം. എന്റെ പൊന്ന് തമ്പിച്ചേട്ടാ, ചേട്ടെങ്കിലും കൂടെ വെക്കണോട്ടാ. ഒരു ധൈര്യത്തിന്. അത് ഞാൻ ഏറ്റു. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ പല മന്ത്രിമാരെ അമ്പലപ്പുഴ കാണിച്ചിട്ടുള്ളവനാ.